മണ്ണാടിയാറില്ലേ? ഉണ്ട്, പൂജാമുറിയില്ല. അരുത്, കാരണമില്ലാതെ ആ മണി ഉപയോഗിക്കരുത്. ഇത് സമയം അറിയിക്കാനുള്ള നാഴികമണിയാണോ? അല്ല സാർ, ഇതിന്റെ ഉദ്ദേശം വേറെയാണ്. ഈ ഗ്രാമത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഏത് അർദ്ധരാത്രിയിൽ ഈ മണി ഉപയോഗിക്കാം. മണിയടിച്ചവർ ആരായിരുന്നാലും അതിന്റെ ഉദ്ദേശം എന്തായിരുന്നാലും അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഈ വീട്ടിലുള്ളവർ ജലപാനം കഴിക്കും. തലമുറകളായി തുടർന്നു വരുന്ന ഈ സമ്പ്രദായം ഇന്നും തുടരുന്നു. ഇന്നും ഇക്കാലത്തും? അതെ, ഭരണസമ്പ്രദായങ്ങളൊക്കെ മാറിയെങ്കിലും കാമാക്ഷിപുരംകാർക്ക് മന്നാടിയാർ ഇപ്പോഴും രക്ഷിതാവ് തന്നെ. ഇപ്പോഴും ഈ മണി ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ധാരാളം. ഈ മണി ഉപയോഗിച്ചവരുടെ കഥകൾ പറയുകയാണെങ്കിൽ ചരിത്രം തന്നെ എഴുതേണ്ടി വരും. അടുത്ത കാലത്ത് നടന്നൊരു സംഭവം ഇപ്പോഴുള്ള മന്നാടിയാരുമായി ബന്ധപ്പെട്ടതാണ്. നരസിംഹ മന്നാടിയാരുമായിട്ട്? അതെ. ഈ ഗ്രാമത്തിലുള്ളൊരു ചിദംബരം ഇപ്പോഴത്തെ മന്നാടിയാരുടെ കയ്യിൽ നിന്നും കുറെ രൂപ കടം വാങ്ങി. പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല, മന്നാടിയാർ കൊടുത്ത പല അവധിയും അയാൾ മുടക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആരാനിയാ മണിയടിച്ചേ? അറിയില്ല ചേട്ടാ. ചിദംബരം. അയ്യോ, തമ്പുരാനും. ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അടിയൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ കൂടിയൊന്നും വേണ്ട. ആരായി കത്തെഴുതിയത്? കത്തോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. ആരാ മൈഥിലി? മൈഥിലി എന്റെ മോള. വിളിക്കവളെ. മൈഥിലി. ഈ കത്തെഴുതിയത് നീയാണോ? ഒന്ന് വായിക്കേ.
വായിക്കാൻ. ഉം. നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന് മുഴുവൻ വായിക്കാൻ. കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. മഹാമനസ്കനായ അങ്ങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ്. അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നു. ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എന്റെ ആഭരണങ്ങളും ഈ 10 സെന്റ് പുരയിടത്തിന്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. ഇവ വിറ്റ് കിട്ടുന്ന പണം അങ്ങയ്ക്ക് തരാനുള്ള പണത്തിന്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം. മറ്റൊരു പോംവഴിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങ് കനിയണം. വിനയത്തോടെ, ചിദംബരത്തിന്റെ മകൾ മൈഥിലി. നിങ്ങളല്ലേ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു ദയാഹർജി എഴുതിപ്പിച്ചത്? എന്റെ കാമാക്ഷിപുരത്ത് അമ്മയാണ് ഈ കത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്തെഴുതിയത്. കത്തവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത്? നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വീട്ടാനാ ഭാവം? അത് ഞങ്ങൾ കൂലിവേല ഏതെങ്കിലും വീട്ടും തമ്പുരാനെ. ഞാൻ അവളോടാ ചോദിച്ചേ. നീ തന്നെ പറയേ. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം. നരസിംഹമന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതാണോ? തമ്പുരാൻ എന്താ ഈ പറയുന്നത്? അങ്ങയുടെ നിഴലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. എടയങ്ങടെ കുലവും ഗോത്രവും ഒന്നും ഞാൻ ചോദിച്ചില്ല. വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ. മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവൾ നരസിംഹ മന്നാടിയാരുടെ ഭാര്യയാവും. മണിത്താലിയായ കഥ കൊള്ളാലോ. ഇനിയുണ്ട് ഇതുപോലെ രസകരങ്ങളായ പല കഥകളും. നമ്മുടെ സെൻട്രൽ ജയിലിലെ ആരാച്ചാർ എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോഴാ ബീഹാറിലെയും യാർവാദയിലെയും എക്സിക്യൂഷനെ കിട്ടുകയെന്ന് ഞാൻ അന്വേഷിച്ചത്. ആദ്യം അവര് വരാൻ തയ്യാറായതാ. തൂക്കേണ്ടത് ഹൈദർ മരക്കാരെയാണെന്ന് അറിഞ്ഞപ്പോ ഒരു മറുപടി പോലും പറയാതെ അവർ പിന്മാറി. അവസാനം തമിഴ്നാട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കാല് പിടിക്കേണ്ടി വന്നു. അങ്ങനെയാ രാമയ്യനെ അയച്ചത്. പക്ഷേ അവനും ഇനി എന്ത് ചെയ്യും നരസിംഹൻ? ഒരു മാർഗേ ഉള്ളൂ. എങ്ങനെയും നിങ്ങളുടെ ജയിലിലുള്ള ആരാച്ചാരെ കണ്ടുപിടിക്കുക. എന്താ അയാളുടെ പേര്? ഭൈരവൻ. അവൻ എവിടെയായിരുന്നാലും ശരി, കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മരക്കാരുടെ ശിക്ഷ നടപ്പാക്കണം. എന്തായി? ആരാച്ചാർ എവിടെയുള്ളത് അന്വേഷിച്ചോ? മുഴുവൻ അരിച്ചു പിറക്കി സാർ. ഭൈരവനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഹൈദരെ സെല്യൂട്ട് ചെയ്യുന്നവർ അന്വേഷിച്ചാൽ ഭൈരവനെ കാണില്ല. ആരാച്ചാർ മരിച്ചുപോയിന്ന് റൂമർ കേട്ടു സാർ. എല്ലാവരും കൂടി അയാളെയും കൊന്നോ? മറ്റു പോംവഴിയൊന്നുമില്ലെങ്കിൽ ജയിൽ ജീവനക്കാരിൽ ആരെയെങ്കിലും തന്നെ ആരാച്ചാരുടെ ജോലി ഏറ്റെടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. സാർ, ആ വഴിക്കും അന്വേഷിച്ചു നോക്കിയോ? സാർ, പക്ഷെ അതിനാരും തയ്യാറില്ല സാർ. ഇനി ആരാച്ചാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം സാർ. അല്ലെങ്കിൽ PSC വഴി. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും. അവൻ എവിടെയുണ്ടെങ്കിലും തേടിപ്പിടിക്കാൻ കഴിവുള്ള ആണുങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്.
ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ട് സാർ. താമസം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. വെരി ഗുഡ്. ആളിപ്പോ എവിടെയുണ്ട്? സാർ, മിസ്റ്റർ രാംദാസ്, ഞങ്ങൾക്ക് അല്പ പേഴ്സണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. താൻ ആ ആരാച്ചാരെ വിളിക്കാമെന്ന് പോകണ്ട. വെറും ഒരു സബ് ഇൻസ്പെക്ടറായ നരിമാൻ ഈ കാക്കിക്കുള്ളിൽ ഒരുപാട് വളരാനുണ്ട്. ഹൈദർ തന്നതാണ്. എണ്ണി നോക്കിയിട്ട് പോരെങ്കിൽ പറയണം. സോറി സാർ. ഹൈദറിനെ തൂക്കിക്കൊല്ലുന്ന ദിവസം വേളാങ്കണ്ണി പോയി തല മൊട്ടയടിക്കാമെന്ന് നേർച്ച ചേർന്ന് നടക്കുന്നവനാ ഞാൻ. നിന്റെ സർവീസ് ഞാൻ ഇത്രയും കാലം എന്റെ സർവീസ് ബുക്കിൽ ചുവന്ന വശി വീണിട്ടില്ല. ഇനി അങ്ങോട്ട് ചോക്കുന്നതാ എനിക്കിഷ്ടം. ആ, നാളെ സാർ കണി കാണുന്നത് ആരാച്ചാരുടെ മുഖമായിരിക്കും, ഭൈരവന്റെ മുഖം. എന്താ, എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. സ്വാമിനാഥേട്ടനും വേറെ ഒന്ന് രണ്ടു പേരും താഴെ കാത്തിരിക്കുന്നു. അമ്പലത്തിലെ താലപ്പൊലിയെ കുറിച്ച് എന്തോ പറയാനാ. ഞാനിപ്പോ ആരും കാണില്ല. നല്ല സുഖമില്ലെന്ന് പറഞ്ഞേക്കും. ഇങ്ങനെ പുറത്താർക്കും മുഖം കൊടുക്കാതെ ഇരിക്കുന്നത് കാണുമ്പോ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്ക് അതിന്റെ വിഷമം. മന്നാടിയാർക്ക് 1000ാമത്തെ അതിഥിയും ആദ്യത്തെ അതിഥിയാണെന്ന് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ അവരോട് സംസാരിച്ച് എന്താ വേണ്ട ചച്ചി? ഉം. നേരെ ഇരുത്തി. എന്താ ഒരു വല്ലായ്മ? വീരനെ പോകാൻ അനുവദിക്കുന്നതായിരുന്നു. ആരായി ആ സമയത്ത്? ഞാനാ മാരാരാ. ക്ഷമിക്കണം, അല്പം കുടിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ ഭൈരവന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ചത്. അവനെ വിളിക്കാൻ ചെന്ന ജോസ് നരിമാനോട് അവൻ തീർത്തും പറഞ്ഞു ഈ പണിക്ക് അവനിനി ഇല്ലെന്ന്. വയസ്സായത്രേ. അയാളെയും ഹൈദരമരക്കാര് വിലയ്ക്ക് വാങ്ങിയോ? അറിഞ്ഞുകൂടാ. ഭൈരവനെ ഞാൻ വിളിക്കാം. താൻ വിളിച്ചാൽ വരുവോ? നിങ്ങൾ പോലീസുകാർ വിളിച്ചാൽ അയാൾ വരില്ല. എവിടെയാ അയാളുടെ താമസം? തമിഴ്നാട് ബോർഡറില. ഇവിടെ 5-6 മണിക്കൂർ യാത്ര ചെയ്യണം. പൊൻപണിയേട്ടാ, എന്തോ? ഭദ്രനോട് വണ്ടി ഇറക്കാൻ പറയും. വേണ്ട. യാത്രയ്ക്ക് പുറപ്പെടുമ്പോ വേണ്ടാത്ത വർത്തമാനം ഒന്നും വേണ്ട. ഇറങ്ങല്ലേ? ആ, ഡ്രൈവർ ഈ കാറിന് ഫോളോ ചെയ്തോളൂ. ചേട്ടാ, ഒന്ന് ഓടിച്ചു നോക്കുന്നോ? ഒന്ന് ഓടിച്ചു നോക്ക് ചേട്ടാ. ഐശ്വര്യമായിട്ടൊന്ന് ഓടിച്ചു നോക്കി. എടുത്തു കയറുമല്ലേ? വന്ന് കയറുന്നോ? എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാം. പക്ഷെ നമ്പർ കൂട്ടുമ്പോ 8 കിട്ടുന്നത്. 9 ആയിരുന്നെങ്കിൽ. ഏത് നമ്പറായാലും ഒരു കുഴപ്പമില്ലെന്ന് പെൺമണിയേട്ടാ.
അല്ല അത് ശരിയാ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എന്നാലും 9 ആയിരുന്നെങ്കിൽ. എങ്ങനെ നന്നായി. അമ്പലത്തിൽ കൊണ്ട് പൂജിച്ചോളൂ. ഓ എന്താ കുട്ടിയുടെ പേര്? മായ മായ മൈഥിലി, പുലർച്ചെ ഞാൻ പൂവത്തെ കുഞ്ഞിക്കണ്ണേട്ടന്റെ വീട് വരെ ഒന്ന് പോവാ. എന്തിനാ? വെറുതെ ഒരു സംബന്ധാലോചനയ്ക്ക്. വിരോധമുണ്ടോ? ഹേയ്, ഒരു വിരോധമില്ല. ആർക്കാ? മൈഥിലി, നമ്മുടെ ഇളം തലമുറയ്ക്ക് ആ വീട്ടിലെ കുട്ടി ചേരുവോ? ഒന്നാം തരമായിട്ട് ചേരും. പാട്ട് പാടുമ്പോ അനിയന്റെ ചേഷ്ടയൊക്കെ ഞാൻ കണ്ടു. അയ്യേ, ഇരിക്കടവിടെ, ഇരിക്കവിടെ. ഈ ചേട്ടന്റെ ഒരു കാര്യം. അല്പം ധൃതി കൂടിയാലും മന്നാടിയാർമാർക്ക് തെറ്റുപറ്റാറില്ല. അവളെ നിനക്ക് ഇഷ്ടായോ? എന്താ ചോദിച്ചു കേട്ടില്ലേ? പോയല്ലോ പിന്നെയും. ആ? ആ പിന്നൊരു കാര്യം, ആ കുഞ്ഞിക്കണ്ണന്റെ കുടിശ്ശിക കുറച്ച് ബാക്കിയുണ്ട്. നാളെ കാണുമ്പോ അതുകൂടി. നന്നായി. കല്യാണാലോചനയ്ക്കിടയ്ക്ക കുടിശ്ശിയുടെ കാര്യം ചോദിക്കുക. ഈ പൊന്മണിയേട്ടനെ എപ്പോ നോക്കിയാലും കൊടുക്കാനും കിട്ടാനുള്ള കണക്കേ ഉള്ള ഓർമ്മയിൽ. എന്റെ ഈശ്വര, എന്താ ഞാനീ കേക്കണേ? അപ്രതീക്ഷിതമായി മന്നാടിയാര് പറഞ്ഞപ്പോ ഞാൻ ഇടിവിട്ടേറ്റ പോലെയായി. എന്നെ പരീക്ഷിക്കൊന്നും അല്ലല്ലോ. കുറച്ചു ദിവസം മുമ്പ് അവളുടെ ജാതകം ഒരു ജോത്സ്യരെ കാണിച്ചപ്പോ വളരെ വലിയ നിലയിൽ കഴിയാനുള്ള യോഗം ഉണ്ടെന്ന് അയാള് പറഞ്ഞതേ. ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചില്ല. ആ, ഇനിയിപ്പോ മന്നാടിയാരുടെ യുക്തം പോലെ ആവട്ടെ. അപ്പോ ഞാൻ അടുത്തൊരു മുഹൂർത്തം കുറിക്കട്ടെ? ആയിക്കോട്ടെ. ഞാനും പൊന്മണിയേട്ടനും കൂടി ഇന്ന് ജോത്സ്യരെ കണ്ടു. ചിങ്ങം 6-നും 14-നും നല്ല മുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞത്. 14-ാം തീയതി തന്നെ ആയിക്കോട്ടെ. അല്പം സാവകാശം കിട്ടുമല്ലോ. നമ്മുടെ കല്യാണം പെട്ടെന്നായതുകൊണ്ട് വിചാരിച്ച പോലെ ഒന്നും ആയില്ല. വീടിന്റെ അങ്ങനെ പോരാ, കേമാക്കണം. 3 ദിവസത്തെ കല്യാണം. മുറ്റത്ത് നെടുമ്പുര ഇടണം, ഊരടച്ച് വിളിക്കണം. ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല എന്ന് നാട്ടുകാരൊക്കെ പറയണം. കാമാക്ഷിപുരത്ത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും. എല്ലാ കാര്യങ്ങളും നോക്കാൻ എനിക്ക് നേരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നീ കൂടെ ഒക്കെ നോക്കണം. ഇപ്പോ അമ്മയുടെ സ്ഥാനത്ത് നീയാ. മനസ്സിലായി. പഴയ ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പൊന്മണിയേട്ടനോട് ചോദിക്കാം. ഉവ്വ്. ആരാ ആരാ എന്താ വേണ്ടത്? എന്റെ പേര് ഭദ്രൻ. അടുത്ത ഗ്രാമത്തിലെയാ. കോയിക്കലെന്ന വീട്ടുപേര്. എന്താ കാര്യം? ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ്. ഇപ്പൊ അവളുടെ അച്ഛൻ അവളുടെ സമ്മതം കൂടാതെ മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലെ പെൺകുട്ടികൾ? എന്താ അവളുടെ പേര്? ആരാ അവളുടെ അച്ഛൻ? പെൺകുട്ടിയുടെ പേര് മായ. അവളുടെ അച്ഛന്റെ പേര് പൂവത്തിൽ കുഞ്ഞിക്കണ്ണൻ. അനാവശ്യം പറയരുത്. മൈഥിലി, മായയുടെ സമ്മതം കൂടാതെയാണോ കല്യാണം നിശ്ചയിച്ചത്? അതെ. ഞാൻ നാട്ടിലില്ലായിരുന്നു. കുറച്ച് ദൂരെയാ എനിക്ക് ജോലി. മായയുടെ കത്ത് കിട്ടിയപ്പോഴാ വിവരം അറിയുന്നത്. അവളുടെ അച്ഛനെ കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാ മന്നാടിയരെ കാണാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മായയെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. അവൾക്കും ദയവായി ഞങ്ങളെ പിരിക്കരുത്.
നീ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. പാതിരായ്ക്ക് മന്നാടിയാരെ വിളിച്ചുണർത്തി ഞാൻ കളവ് പറയില്ല. അവള് മറിച്ചു പറഞ്ഞാലോ? എന്ത് ശിക്ഷ തന്നാലും സ്വീകരിച്ചോളാം. മന്നാടിയാർ തന്നെയല്ലേ ചോദിക്കുന്നതെന്ന ഭയം വേണ്ട. നിശ്ചയിച്ച കല്യാണത്തെക്കുറിച്ചുള്ള പരിഭ്രമവും വേണ്ട. എനിക്കറിയേണ്ടത് സത്യമാണ്. ഇവൻ പറയുന്നത് വാസ്തവാണോ? കണ്ട എരപ്പാളികൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കുഞ്ഞിക്കണ്ണനോട് ഞാൻ ചോദിച്ചില്ല. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തുറന്നു പറഞ്ഞോളൂ. ഭദ്രേട്ടൻ പറഞ്ഞത് സത്യമാണ്. കുട്ടിയുടെ സമ്മതം കൂടാതെയാണോ ഈ വിവാഹം നിശ്ചയിച്ചത്? അതെ. നിന്നെ ഞാൻ കൊല്ലുപിടി. തൊട്ടുപോരുതവളെ. ഞാൻ പലവട്ടം ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞു മോൾക്ക് പൂർണ്ണ സമ്മതാണെന്ന്. കേട്ടല്ലോ മോളുടെ സമ്മതം. അന്തസ്സുള്ള ഒരു തൊഴിലുമായിട്ട് വന്നാൽ വിവാഹക്കാരി ആലോചിക്കാമെന്ന് മുമ്പൊരിക്കൽ നിങ്ങൾ അവനോട് പറഞ്ഞിരുന്നോ? അന്ന് തോന്നിയത് പലതും ഞാൻ പറഞ്ഞു കാണും. എന്ന് വെച്ച് കണ്ട തെണ്ടിയുടെ കൂടെ ഒന്നും പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല. ഇവനോടൊപ്പം താമസിക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം അത് നടക്കില്ലടി. നടക്കും. അവരൊരുമിച്ച് ജീവിക്കുകയും ചെയ്യും. മന്നാടിയാരെ, നിങ്ങളോട് എനിക്ക് ഭക്തിയും ബഹുമാനവും ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. നിങ്ങളുടെ അനിയനെ ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട. എന്റെ മോളെ ആരുടെ കൂടെ വിടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കിട്ടാക്കടത്തിന് പകരം കണ്ട ചാളയിൽ നിന്നും മേലുവിലാസമില്ലാത്ത പെണ്ണിനെ നിങ്ങൾ ഇറക്കിക്കൊണ്ടുവന്നു. കുഞ്ഞക്കണ്ണ, കിട്ടാക്കടത്തിന് പകരമാണ് ഞാൻ അവളെ ഇറക്കിക്കൊണ്ടുവന്നതെങ്കിൽ തന്റെ അടക്കം ഈ ഗ്രാമത്തിലുള്ള പലരുടെയും പെൺമക്കൾ എന്റെ കിടപ്പറയിൽ ഉണ്ടാകുമായിരുന്നു. അറിയോ തനിക്ക്? ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ മന്നാടിയാർ താലി കെട്ടിയത് അവളുടെയും അവളുടെ ഉറ്റവരുടെയും സമ്മതത്തോടുകൂടിയായിരുന്നു. എനിക്കൊരു തെറ്റുപറ്റി. ഈ വിവാഹത്തിൽ ഞാൻ അല്പം ധൃതി കാണിച്ചു. എനിക്ക് ആ തെറ്റി തിരുത്തണം. ഇവൻ എന്ത് കുറവുണ്ടെങ്കിലും അത് ഞാൻ നികത്തും. അത് താൻ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇവരുടെ വിവാഹം നടക്കും. അനിയ, നീ കൊതിച്ചതൊക്കെ നിനക്ക് സ്വന്തമാക്കി തരാൻ ഈ ഏട്ടന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ കാരണം നിന്റെ വിവാഹം മുടങ്ങി. എന്താ ഏട്ടാ, തെറ്റുപറ്റിയത് എനിക്കല്ലേ? അവളുടെ മനസ്സറിയാതെ ഞാൻ മോഹിച്ചു. ഭദ്രം വന്നപ്പോ ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കൂ. അന്യരുടെ മോഹങ്ങളെ തല്ലിക്കെടുത്തിട്ട് വേണോ മന്നാടിയാർ കുടുംബത്തിലൊരു കല്യാണം? അതല്ലല്ലോ ഏട്ടാ നമ്മുടെയൊക്കെ പൈതൃകം. വീരസിംഹ മന്നാടിയാർ. ഏട്ടൻ സന്തോഷായി. അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന് വെച്ച് വിരോധമൊന്നും തോന്നരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും. കാമാക്ഷി ഒരു തമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും.
ചേട്ടാ എന്താ ഇനി? ലണ്ടനിൽ നിന്നുള്ള കത്ത MBAക്ക് അഡ്മിഷൻ വീണ്ടും കിട്ടിയെന്നും പറഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ 3 വർഷത്തെ MBA കോഴ്സിന് പോണെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ സമ്മതിച്ചില്ല. ഉം. ഇംഗ്ലണ്ടിൽ ഇക്കാലത്ത് MBAക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് അതൊരു മഹാഭാഗ്യ. നിന്നെ മടിയിലിരുത്തി പൊന്നാണയം കൊണ്ട് ഹരിശ്രീ എഴുതിച്ചത് അച്ഛനാ. അന്ന് അച്ഛൻ പറഞ്ഞു വീരന് ദൂരെ പോയി വിദ്യ അഭ്യസിക്കാനുള്ള യോഗം ഉണ്ടെന്ന്. അത് ഞാൻ മറന്നിട്ടില്ല. ഒരു രാത്രിയിലധികം നേരം നിന്നെ പിരിഞ്ഞിരുന്ന ഓർമ്മ എനിക്കില്ല. അതുകൊണ്ടാ അന്ന് നിന്നോട് പോണ്ടെന്ന് പറഞ്ഞതേ. ഒരിക്കൽ കൂടെ വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാൻ ആളൻ. ഇപ്പോ ഒരു മാറ്റവും നിനക്ക് നല്ലതാ. നിന്റെ ഇഷ്ടം നടക്കട്ടെ.